കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. എന്നാൽ ചില വാക്കുകൾ POC ബൈബിളിൽ വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യതയാർന്ന അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് 2 ബൈബിളും വെച്ചിട്ടാണ് നമ്മളിന്ന് ശുശ്രൂഷിക്കുവാൻ പോകുന്നത്. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്: എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. POC ബൈബിളിൽ ഇങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്: ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ സാരം? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷയുണ്ടാവുകയാൽ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നദ്ധയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ ഈ പറയുന്ന സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ, ആർക്കെങ്കിലും ഈ സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, വചനം വ്യക്തമായി പറയുകയാണ്, നാശത്തിലേക്ക് ചരിക്കുന്നവർക്കാണ് ഇത് മനസ്സിലാകാതെ പോകുന്നത്. കാരണം ഇത് മനസ്സിലാകാത്തവർ പോകുന്നത് നാശത്തിലേക്കാണ്. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, സത്യവേദ പുസ്തകത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. POC ബൈബിളിൽ വായിക്കുകയാണ്, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ, മറഞ്ഞിരിക്കുക, നിഗൂഢമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാര്യം പിടികിട്ടുന്നില്ല, മനസ്സിലാകുന്നില്ല, ഒരു ബുദ്ധി അത് ഗ്രഹിക്കുന്നില്ല എങ്കിൽ, ഇവിടെ പറയുകയാണ് അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് അത്രേ അങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് 2-2.5 വർഷമായി ഇവിടെ പ്രസംഗിക്കുന്ന തിരുവചന സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് മറ്റുള്ള പല പശ്ചാത്തലങ്ങളിൽ നിന്നും കടന്ന് ഈ ദൈവവചനത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു കൂട്ടമായി നമ്മൾ കൂടി വന്നിരിക്കുന്നത്. നമുക്ക് ഈ സത്യം അറിയാം. എന്നാൽ യൂട്യൂബിലൂടെ നമ്മളെ ശ്രദ്ധിക്കുന്ന അനേകരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ള അനേകർ നമുക്കുണ്ട്, അല്ലെങ്കിൽ പുതിയതായി കടന്നു വന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ സഭയിലുണ്ട്, അല്ലേ? അപ്പോൾ ഈ സത്യം സത്യമായും ആഴമായും ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ പൗലോസ് വചനത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ പറയുന്ന ഈ കാര്യം, ഈ സുവിശേഷം ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ, മറഞ്ഞിരിക്കുന്നുവെങ്കിൽ, നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ നശിച്ചു പോകാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നവർക്കോ ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, തൊട്ട് താഴെ പറയുകയാണ് 4-ാം വാക്യം: ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ അടുത്ത വാക്യത്തിൽ പറഞ്ഞത്? ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശനം അവർക്ക് ദൃശ്യമല്ല. മഹത്വമേറിയ സുവിശേഷം. ബൈബിളിൽ അനേകം സുവിശേഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങ് പ്രളയകാലത്ത് അല്ലെങ്കിൽ ഏദൻ തോട്ടം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ കാലയളവിൽ വ്യത്യസ്തമായ സുവിശേഷങ്ങൾ ദൈവം കേൾപ്പിച്ചിട്ടുണ്ട്. നോഹയുടെ കാലത്ത് എന്താണ് പറഞ്ഞിരുന്നത്? എന്ത് സുവിശേഷമാ കേട്ടത്? അവിടെ പറയുന്നു, ഇതാ നോഹ പെട്ടകം ഉണ്ടാക്കുന്നു, പ്രളയം വരാൻ പോകുന്നു, രക്ഷയ്ക്കായി നിങ്ങൾ അതിൽ കയറുക. ഇതായിരുന്നു സുവിശേഷം, നല്ല വർത്തമാനം, ദൈവത്തിൽ നിന്നുള്ള ആലോചന അതായിരുന്നു. അതിനുശേഷം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ടതിലേക്ക് പ്രവേശിക്കുവിനെന്ന് പറഞ്ഞു, അല്ലേ? രാജ്യത്തിന്റെ സുവിശേഷവും ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായൊരു സുവിശേഷമാണ് കൃപയുടെ സുവിശേഷം. ആ സുവിശേഷത്തെ കുറിച്ച് പറയുകയാണ്, ഇത് മഹത്വമേറിയ സുവിശേഷമാണ്. അപ്പോൾ സുവിശേഷങ്ങളിൽ വ്യത്യാസമുള്ളത് കൊണ്ട്, മഹത്വം കുറഞ്ഞതുമുണ്ട്, മഹത്വം കൂടിയതുമുണ്ട്. നമുക്ക് ലഭിച്ചത് ഏതാ? പ്രൈസ് ദി ലോർഡ്. മഹത്വമേറിയ ഒരു സുവിശേഷമാണ് നമുക്ക് ലഭിച്ചത്, അല്ലെ? സ്വർണത്തിൽ തന്നെ മാറ്റ വ്യത്യാസമുള്ള സ്വർണ്ണമുണ്ട്. എല്ലാം സ്വർണം എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെ? അങ്ങ് 18 ക്യാരറ്റ് മുതൽ അല്ലെങ്കിൽ 13 ക്യാരറ്റ് മുതൽ 18 ക്യാരറ്റ് മുതൽ 22 ക്യാരറ്റ് മുതൽ 24 ക്യാരറ്റ് വരെ
ഞാനൊരു റിഫൈനറിയിൽ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. ഒരു ഗോൾഡ് റിഫൈനറിയിലാണ് ജോലി ചെയ്തിരുന്നത് വർഷങ്ങളോളം. അതിനുശേഷമാണ് ഗൾഫിലേക്ക് പോയത്. അതിനുശേഷമാണ് സുവിശേഷം തിരിച്ചറിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് വന്ന് കർത്താവിൻ്റെ പേരിൽ വ്യാപൃതനായി ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്വർണത്തിന്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിനെ 1000-ലാണ് കണക്കാക്കുന്നത്. 1999.9% ശുദ്ധിയുള്ള സ്വർണത്തെയാണ്, അല്ലെങ്കിൽ 999 എന്ന് പറയുന്ന സ്വർണത്തെയാണ് 24 ക്യാരറ്റ് തനി തങ്കം എന്ന് പറയുന്നത്. തങ്കം വേറെ, സ്വർണം വേറെ. ഈ തങ്കത്തില് ഇത്ര പെർസെൻറ്റേജ് സിൽവറും ഇത്ര പെർസെൻറ്റേജ് കോപ്പറും ചേർത്ത് മിക്സ് ചെയ്ത് ഇത്ര പെർസെൻറ്റേജ് സ്വർണ്ണം കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ഈ 24 ക്യാരറ്റ് ഗോൾഡ് 22ലേക്ക് മാറ്റുന്നത്. 24 ക്യാരറ്റ് ഗോൾഡ് വെച്ച് ആഭരണം പണിയാൻ പറ്റുകയില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും. വലിച്ചാലും വളച്ചാലൊക്കെ ഇങ്ങനെ വളയുകയും വലിച്ചാൽ നീളുകയും ചെയ്യുന്ന അല്പം സോഫ്റ്റ് ആയിട്ടുള്ളൊരവസ്ഥയാണ് 24 ക്യാരറ്റ്. അപ്പോൾ 22 എന്ന് പറയുമ്പോൾ ഇത്തിരി കാഠിന്യത്തോട് കൂടിയിരിക്കും. അതിനെ ഈ ആഭരണമാക്കണമെങ്കിൽ ആ ഒരു ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ തന്നെ ക്യാരറ്റിൽ വ്യത്യാസമുള്ളതുപോലെ അങ്ങ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കുമ്പോൾ ഏറ്റവും ശുദ്ധമായ, ഏറ്റവും അല്ലെങ്കിൽ എല്ലാം ശുദ്ധം തന്നെ, എല്ലാം സ്വർണം തന്നെ, അതിൽ ഏറ്റവും ഇവിടെ പറയുന്ന വാക്കെന്താണ്? ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, ഏറ്റവും ശ്രേഷ്ഠമായ സുവിശേഷം. ലോക ചരിത്രത്തിൽ മാനവകുലത്തിന് നൽകുവാൻ ലഭിക്കുന്ന അല്ലെങ്കിൽ ദൈവം കൊടുത്തിട്ടുള്ള സുവിശേഷങ്ങളിൽ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ ഗ്ലോറിയസ് ഗോസ്പൽ ആണ് ഏത് സുവിശേഷം? കൃപയുടെ സുവിശേഷം. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പല കാലങ്ങളിലുമുള്ള സുവിശേഷങ്ങളിൽ ചില പ്രവൃത്തികളും ചില കർമാചാരങ്ങളും രക്ഷയ്ക്ക് വേണ്ടി വളരെ പ്രയത്നം കഴിക്കുക ആവശ്യമായിരുന്നുവെങ്കിൽ കൃപായുഗത്തിലെ സുവിശേഷത്തിൽ നമ്മൾ മല കയറണ്ട, ശയനപ്രദർശനം ചെയ്യണ്ട, ശൂലം വായിൽ കുത്തേണ്ട, ഇതര പ്രവൃത്തികളൊന്നും ദേശാടനങ്ങളൊന്നും നടത്തേണ്ട, ഇരിക്കുന്ന ഇരിപ്പിൽ കേൾക്കുന്ന സുവിശേഷം വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാവുന്ന ഒരു എസ്കലേറ്റർ സുവിശേഷം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. കയറി നിന്നാൽ മതി, ദൈവം അവിടെ കൊണ്ടെത്തിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടരുത് എന്ന് കരുതി ദൈവം രക്ഷ ഇത്ര അനായാസമാക്കി നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കൈക്കുമ്പിളിൽ തന്നിരിക്കുകയാണ്. ആ സുവിശേഷത്തെ കുറിച്ച് പൗലോസ് പറയുകയാണ്, ആർക്കെങ്കിലും ഈ സുവിശേഷം മനസ്സിലാകുന്നില്ലെങ്കിൽ, മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവർ നാശത്തിലേക്ക് പോകുന്നവർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ നശിച്ചു പോകുന്നവർക്ക് തുല്യരാണ്. ഈ സുവിശേഷം മനസ്സിലാകിയില്ലെങ്കിൽ അവർ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് പൗലോസ് പറയുക. അപ്പോൾ ഈ സുവിശേഷം എന്താണ്? സഭയിൽ ആദ്യമായി കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ഈ സുവിശേഷം വളരെ സിമ്പിളാണ്. എന്താണ് സുവിശേഷം? കർത്താവായ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി കാൽവരി കുരിശിൽ യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് എന്റെ പാപത്തിനുള്ള പരിഹാര യാഗമായിരുന്നു. റോമാലേഖനം പറയുകയാണ്, ദൈവത്തിന്റെ ക്ഷമയിൽ ദൈവം നമ്മുടെ പാപങ്ങളെ മുഴുവനും ക്ഷമിച്ചു തരുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണമായി രക്ഷ പ്രാപിക്കുവാൻ പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ തന്നെ രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു മഹത്വമേറിയ സുവിശേഷം. തന്നെയുമല്ല, മഹത്വമേറിയ സുവിശേഷം എന്ന് പറയുമ്പോൾ ഇതിലൂടെ രക്ഷിക്കപ്പെടുന്നവർക്ക് ലഭിക്കുവാനിരിക്കുന്നത് ആ നിത്യ സൗഭാഗ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഒന്നാമത് നമ്മൾ രക്ഷിക്കപ്പെടുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുന്ന മാത്രയിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ സ്നാനം കഴിപ്പിച്ച് കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മെ ഇവിടുന്ന് ചേർത്ത് സ്വർഗത്തിലേക്ക്, സൗജന്യമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സുവിശേഷമാണ് ഈ സുവിശേഷം. തന്നെയുമല്ല, സ്വർഗത്തിൽ ചെന്നതിന് ശേഷം നാം ദൂതന്മാരെയും ഈ ലോകത്തെയും വിധിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളോടുകൂടെ ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു പോകും. അതിനുശേഷം 1000 ആണ്ടിന് ശേഷം വരുന്ന ആ പുത്തനാം യെരൂശലേമിൽ ആ കുഞ്ഞാടിന്റെ വിവാഹം എന്ന് പറയുന്ന ആ വലിയ ഒരു സംഭവത്തിലേക്ക് കർത്താവിനോടുകൂടെ ആ പുത്തനാം യെരൂശലേമിലേക്ക് വന്ന ദൈവത്തോടുകൂടെ നിത്യമായി നിത്യതയിൽ ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സുവിശേഷത്തിന്റെ പ്രത്യാശയിലൂടെ മാത്രമേ നമുക്ക് അങ്ങോട്ട് സഞ്ചരിച്ചെത്താൻ കഴിയുകയുള്ളൂ. മറ്റൊരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ, ഈ സുവിശേഷം മനസ്സിലാക്കാതെ മറ്റു മാർഗങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ അത് നാശത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതിന്റെ സാരം. അപ്പോൾ ഈ സുവിശേഷം എന്തെന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്.
ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ തന്നെ പണ്ഡിതന്മാരോട് പോലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർക്ക്. പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഈ സുവിശേഷം ഇത്ര മഹത്വമേറിയ സുവിശേഷമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. തന്നെയുമല്ല, അത് ലോകത്തിലെ സകല ജാതികൾക്കും, ദൈവമില്ലാതിരുന്ന നമുക്ക് അല്ലേ, ലോകത്തിൽ രണ്ട് കൂട്ടം ജനമുണ്ട്, ഒന്ന് യഹൂദർ, ഒന്ന് ജാതികൾ. എന്നാൽ യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും സൗജന്യമായി സ്വർഗം പ്രാപിക്കുവാൻ, രക്ഷിക്കപ്പെടുവാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ സുവിശേഷമാണ് ഈ മഹത്വമേറിയ സുവിശേഷം. ഇത് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ കയ്യിൽ ഈ ഒരു ചാർട്ട് ഇരിക്കുന്നുണ്ട്. 2 തിമോത്തിയോസ് 2:15 പറയുന്നുണ്ട്, ദൈവവചനത്തെ ശരിയായി വിഭജിച്ച് പഠിക്കണം, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന്റെ മുൻപിൽ നിൽക്കണം. ഇവിടെ പൗലോസ് പറയുകയാണ്, ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതാണ് തങ്ങളുടെ ശുശ്രൂഷ. ഈ ശുശ്രൂഷ എങ്ങനെയാണ് എനിക്ക് ലഭിച്ചത്? POC ബൈബിളിൽ വായിക്കുകയാണ്, ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. അപ്പോൾ ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ. അപ്പോൾ പൗലോസിന് ദൈവം ഒരു പ്രത്യേക ശുശ്രൂഷ ഏൽപ്പിച്ചു. ഇവിടെ പറയുകയാണ്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, ദൈവവചനത്തെ യഥാർത്ഥമായി വിഭജിക്കുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, സുവിശേഷം അങ്ങ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് കാണാം. നോഹയുടെ കാലത്ത് ഒരു സുവിശേഷം, ന്യായപ്രമാണ കാലത്ത് മറ്റൊരു സുവിശേഷം, കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ ഇവിടെ വന്നപ്പോൾ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം, ഇതിനുശേഷം കൃപയുടെ സുവിശേഷം. ഈ കൃപയുടെ സുവിശേഷം കഴിഞ്ഞ് റാപ്ചറായി നമ്മൾ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു സുവിശേഷമുണ്ട്, പീഡാകാല സുവിശേഷം. അവിടെ സുവിശേഷത്തിന് വ്യത്യാസമുണ്ട്, രക്ഷാമാർഗത്തിന് വ്യത്യാസമുണ്ട്, രക്ഷപ്പെടുവാനും വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് കിട്ടിയ ഈ അവസരം നഷ്ടപ്പെടുത്താതെ എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടാണ് ഈ ശുശ്രൂഷ പൗലോസ് എന്ന മനുഷ്യനെ ദൈവം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ ബൈബിൾ ചരിത്രം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ 4 സുവിശേഷങ്ങളിൽ കാണുന്ന ചില കാര്യമുണ്ട്. എന്താണ് 4 സുവിശേഷങ്ങളിൽ കാണുന്നത്? പ്രധാനമായും കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയും, അല്ലെങ്കിൽ കർത്താവിനുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ കർത്താവ് ചെയ്ത ശുശ്രൂഷകളെയും ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയുമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയ സകല കാര്യത്തെയും കുറിച്ചുമായിരുന്നുവല്ലോ. ഈ വാക്യം വായിച്ചപ്പോൾ എന്തെങ്കിലും കാര്യം ആർക്കെങ്കിലും മനസ്സിലായോ? വിശുദ്ധ ലൂക്കോസ് പറയുകയാണ്, താൻ എഴുതിയ ആദ്യ ചരിത്രം, സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം എവിടെ വരെ മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്? ചരിത്രത്തിന്റെ എത്രത്തോളം കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ വ്യക്തമായി പറയുകയാണ്, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ അവിടെ വരെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളാണ് സുവിശേഷങ്ങളിലുള്ളത്. അപ്പോൾ പിന്നെ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം മനുഷ്യർക്ക് കൊടുത്തത് എന്ന് അറിയണമെങ്കിൽ എവിടെ പരിശോധിക്കണം? അപ്പസ്തോല പ്രവൃത്തി മുതൽ മുന്നോട്ട് പരിശോധിക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? 4 സുവിശേഷങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പൗലോസ് ഇവിടെ പറഞ്ഞ ഈ ശ്രേഷ്ഠതയാർന്ന സുവിശേഷത്തെ കുറിച്ച് കാണാൻ കഴിയുകയില്ല. റാപ്ചർ എന്ന സംഭവത്തെ കുറിച്ച് കാണാൻ കഴിയുകയില്ല. ജാതികളെയും കൂടി ഉൾക്കൊള്ളിച്ച് കൃപയാലുള്ള രക്ഷയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതൊന്നും അവിടെ എന്ത് ചെയ്തിട്ടില്ല? ആ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. കാരണം എന്താ? ലൂക്കോസ് പറയുകയാണ്, കർത്താവ് സ്വർഗാരോഹണം ചെയ്ത നാൾ വരെയുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ മുന്നത്തെ രേഖയിൽ എഴുതിയത് എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ അതിന് മുൻപ് എഴുതി വെച്ച കാര്യത്തിൽ കാണുകയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. എത്ര പേർക്ക് അത് മനസ്സിലായി? കാര്യം മനസ്സിലായോ? ഇന്ന് വരെയുള്ള സംഭവങ്ങളെ ചരിത്രത്തിൽ എഴുതാൻ കഴിയുകയുള്ളൂ. നാളത്തെ കാര്യം ഇന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. നാളത്തെ കാര്യം നാളെ മുതലേ എഴുതാൻ പറ്റുകയുള്ളൂ. ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ വചനത്തിന്റെ സാരം മനസ്സിലാക്കാം. മനസ്സിലായോ? കർത്താവ് സ്വർഗത്തിലേക്ക് പോയത് വരെയുള്ള കാര്യങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചു.
കർത്താവ് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ അപ്പസ്തല പ്രവർത്തിയിൽ തുടർന്ന് രേഖപ്പെടുത്തി എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എഴുതി വെച്ച കാര്യങ്ങളെ പഠിക്കുമ്പോഴാണ് പ്രോഗ്രസീവായി നമുക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു എന്തിനാ വന്നത്? തൻ്റെ ജനത്തിന്റെ നടുവിലേക്ക്, അല്ലെങ്കിൽ കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കർത്താവിന്റെ സ്വന്തം ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ ആയിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ നടുവിലേക്ക് കർത്താവ് വരികയാ. ഏകദേശം 3-3.5 വർഷക്കാലം കർത്താവ് അവരുടെ നടുവിൽ ശുശ്രൂഷിച്ചു. എന്നാൽ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന് യഹൂദർ ഒന്നടങ്കം, അവരുടെ മഹാപുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും എല്ലാവരും അടക്കം കർത്താവിന് ഞങ്ങൾക്ക് വേണ്ട, പകരം ബറബ്ബാസിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവരെല്ലാവരും 120 പേരോളം ചേർന്നിരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അവർ അന്യഭാഷയിൽ സംസാരിക്കുകയാണ്, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുകയാണ്. അന്ന് അവിടെ കൂടിയിരുന്ന ജനത്തോട് ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് അനേകം കാര്യങ്ങളെ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും, അപ്പോൾ തന്നെ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പത്രോസ് പറയുകയാണ്. യേശു ക്രിസ്തു നമ്മുടെ മശിഹയാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയുന്നത് പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവരെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. പത്രോസ് വളരെ വ്യക്തമായി പറയുകയാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ നടുവിൽ ചെയ്ത അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു പുരുഷനുണ്ടായിരുന്നു. ആ പുരുഷന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ ദൈവത്തിന്റെ സ്ഥിര നിർണയത്താൽ കാര്യങ്ങളൊക്കെയും നിർണയിച്ചതുപോലെ തന്നെ സംഭവിച്ചു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിച്ചു. ഈ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന 3000-ഓളം പേർക്ക് ഈ കാര്യം പിടികിട്ടി. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനമുള്ളിടത്ത് കുറെ പേർ ഇത് കേട്ടിട്ട് വിശ്വസിക്കാതെ നാശത്തിലേക്ക് പോയപ്പോൾ ഒരു 3000-ഓളം പേര് ഈ സത്യം കേട്ട് ചോദിക്കുകയാണ്: സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ, ജലസ്നാനം തന്നെ ഏൽക്കുവിൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അങ്ങനെ പത്രോസിന്റെ വാക്ക് കേട്ടവർ അന്ന് തന്നെ 3000-ഓളം പേർ ജലസ്നാനം സ്വീകരിച്ചു. അവർ ക്രിസ്തുവിന്റെ ശരീരമായ സഭയോടല്ല ചേർന്നത്, മറിച്ച് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ ചെറിയ ആട്ടിൻകൂട്ടം എന്ന് പറയുന്ന ആ സഭയോട് ചേരുകയാണ്. വിശ്വസിക്കുന്നവർ ആ സഭയോട് ചേരുകയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ തന്നെ നിങ്ങളും അറിവില്ലായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരവും മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു മുൻ നിർണയ പ്രകാരമുള്ള പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പത്രോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതിന് പ്രകാരം, ദൈവം നിശ്ചയിച്ചു വെച്ചതിന് പ്രകാരമുള്ള ക്രിസ്തുവിന്റെ ക്രൂശീകരണവും ഉയർപ്പും, അതിനുശേഷം ഈ ജനത്തിന് അറിവില്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് വീണ്ടും അവരുടെ ഈ സുവിശേഷം അറിയിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തതെന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കി തിരിഞ്ഞു വരണമെന്ന് പറയുകയാണ്. തന്നെയുമല്ല, ഒരു കാര്യം കൂടി പത്രോസ് അവരോട് പറയുകയാണ്. അതിന്റെ 25-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്: ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. ഈ വാക്കിന്റെ അർത്ഥം എന്റെ പ്രിയമുള്ളവർക്ക് മനസ്സിലായോ? അതായത് അബ്രാഹത്തോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു. എത്ര വർഷം മുന്നേ? ഇന്നേക്ക് 4000 വർഷം മുൻപ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വന്നതെന്ന ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ പത്രോസ് പ്രസംഗിക്കുന്നതെന്ന 1-ാമത്തെ നൂറ്റാണ്ടിൽ. ആ 1-ാമത്തെ നൂറ്റാണ്ടിൽ യേശു ക്രിസ്തു ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ പത്രോസ് പറയുകയാണ്, സഹോദരന്മാരെ, 2000 വർഷം മുൻപ് ജീവിച്ചിരുന്ന നമ്മുടെ പിതാവുണ്ടല്ലോ അബ്രാഹാം. അബ്രാഹത്തിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. ആ വാഗ്ദത്തം കൊടുത്തത് നിവർത്തിച്ചത് ഈ തലമുറയിലാണ് എന്നാണ്
ജനത്തോട് പറയുന്നത്. ഏത് തലമുറ? പത്രോസിന്റെ സുവിശേഷം അന്ന് പ്രസംഗിച്ച പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന തലമുറയോട് പറയുകയാണ്. ഈ കഴിഞ്ഞ 2000 വർഷങ്ങൾ പല തലമുറകൾ വന്നുപോയി. ആ തലമുറയിലൊന്നും നടക്കാത്തൊരു കാര്യം നിങ്ങളുടെ തലമുറയിൽ, ഈ തലമുറയുടെ മക്കളിലേക്ക് ദൈവം അയച്ചിരിക്കുകയാണ്. ആ തലമുറയാണ് നിങ്ങൾ. ഇത് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങളുടെ ലോകജാതികൾ കടന്നു വരണം. അങ്ങനെ ലോകം മുഴുവനും ദൈവരാജ്യം എന്ന പദ്ധതിയിലേക്ക് കടന്നു വരണമെന്നുള്ള ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ അറിയിച്ച കാര്യമാണ് പത്രോസ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. പത്രോസ് ഇപ്പോൾ എന്താ പ്രസംഗിക്കുന്നത്? ഇപ്പോൾ കിട്ടിയ വെളിപ്പാടല്ല പത്രോസ് പ്രസംഗിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരും അല്ലെങ്കിൽ ദൈവം അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമുള്ള പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവെന്ന് പത്രോസ് പറയുമ്പോൾ, പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞൊരു വിഷയത്തിന് വേണ്ടിയാണ് പത്രോസ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ആ തലമുറ, ആ പ്രവാചകന്മാരുടെയും നിയമത്തിന്റെയും മക്കൾ നിങ്ങൾ തന്നെ തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞ പദ്ധതി പ്രകാരം ദൈവരാജ്യം എന്ന സംഗതിയിലേക്ക് കടക്കണമെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് ഈ നടക്കുന്നത് പ്രവചന നിവൃത്തിയാണെന്ന് മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് രക്ഷയിലേക്ക് കടന്നു വന്ന് ദൈവസഭയുടെ ഭാഗമായി തീരുന്നു. ഈ രക്ഷാമാർഗമാണ് പ്രവചന പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള രക്ഷ. കാര്യം മനസ്സിലായോ? ഈ രക്ഷ ഇങ്ങനെ കൂടെ കൂടെ പത്രോസും കൂട്ടരും ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ഈ മാർഗത്തിനെതിരെ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ എവിടെ ഇങ്ങനെയുള്ള വിശ്വാസികളെ കണ്ടാലും അവരെയൊക്കെ കൊന്നുകളയുകയും അവരെയൊക്കെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് വിചാരണ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. പൗലോസിന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. പത്രോസും കൂട്ടരും പ്രസംഗിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പ്രസംഗിച്ച് നടക്കുമ്പോൾ മഹാപുരോഹിതന്മാർക്കും ശ്രേഷ്ഠന്മാർക്ക് പോലും ഈ സംഗതി മനസ്സിലാകുന്നില്ല. എന്നിട്ട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പിറ്റേ ദിവസം 4-ന്റെ 5-ാം വാക്യം, പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതന്മാരായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ആരൊക്കെയുണ്ട്? കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ തിരിച്ചറിയേണ്ട എല്ലാവരും അവിടെ ഉണ്ട്. അവരുടെ പ്രമാണികളും മൂപ്പന്മാര് ശാസ്ത്രിമാര് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പുസ്തകം മുഴുവനും അരച്ച് കലക്കി കുടിച്ച പണ്ഡിതന്മാര്, മഹാപുരോഹിതനായ ഹന്നാവ് കയ്യഫാവ് തുടങ്ങിയവരൊക്കെയും എന്ന് പറഞ്ഞാൽ അന്നത്തെ ആത്മീക നേതൃത്വത്തിലിരിക്കുന്ന സകലരും ഇപ്പോൾ പത്രോസിനും കൂട്ടർക്കുമെതിരെ പിറ്റേ ദിവസം തന്നെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. കാര്യം മനസ്സിലായോ? ഇന്ന് നമ്മളൊരു സത്യം പറയുമ്പോൾ ഇവിടെയുള്ള സകല ആത്മീക നേതാക്കന്മാരും എഴുന്നേറ്റ് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 2000 വർഷമായിട്ട് പാരമ്പര്യമുള്ള ഞങ്ങൾ പറയുന്നതിന് വ്യത്യസ്തമായി നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വരുന്നത് പോലെ അന്ന് പത്രോസിനോടും കൂട്ടരോടും ചോദിക്കുവാൻ ഇവർ വന്നിരിക്കുക. എന്നാൽ അവരുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് പറയുകയാണ്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവരും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യം ഉള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. ഇവിടെ എന്താ പത്രോസ് പറയുന്നത്? പത്രോസ് ആരായിരുന്നു? മീൻ പിടിച്ച് നടന്നിരുന്ന ഒരു മുക്കവനായിരുന്നു. കർത്താവിനോട് കൂടെ 3.5 വർഷം നിന്നപ്പോൾ അങ്ങനെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് 40-ാം ദിവസം കഴിഞ്ഞ് 50-ാം ദിവസം കർത്താവിന്റെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗമാണ്. നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത മശിഹ യേശു ക്രിസ്തുവാണ്. വിശ്വസിക്കാൻ പറഞ്ഞപ്പോൾ 3000 പേര് വിശ്വസിച്ച് ആളുകൾ ഒഴുകുകയാണ് രക്ഷിക്കപ്പെടുവാനായിട്ട്. അങ്ങനെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർക്കും പ്രമാണികൾക്കും എല്ലാം അസൂയ ഉണ്ടായിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി പത്രോസിനെതിരെ വന്നിരിക്കുകയാണ്. പത്രോസ് പറയുകയാണ്, ഇവിടെ പറയുകയാണ്, ജനത്തിന്റെ പ്രമാണികളോടും മൂപ്പന്മാരോടും പറയുകയാണ്,
നിങ്ങൾ ക്രൂശിച്ചു കൊന്നുകളഞ്ഞ ക്രിസ്തു, യേശു ക്രിസ്തുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിരിക്കുകയാ. അവന്റെ നാമത്തിലുള്ള അത്ഭുതമാണ് ഈ മനുഷ്യന് സൗഖ്യം കൊടുത്തതെന്ന് പത്രോസ് ധൈര്യത്തോടു കൂടി പറയുക. താഴേക്ക് പറയുന്നുണ്ട് 19-ാം വാക്യം. അതിനവര് വളരെ വിയോജിച്ച് അല്ലെങ്കിൽ പത്രോസിനോട് മറുതലിച്ച് പറയുമ്പോൾ 19-ാം വാക്യത്തിൽ പറയുകയാണ്, അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. പത്രോസ് ശക്തിയോട് പറയുകയാണ്, ഞങ്ങൾ ദൈവത്തെയാണോ അനുസരിക്കേണ്ടത്, അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരെ, ശ്രേഷ്ഠന്മാരെ, പരീശന്മാരെ, ന്യായപ്രമാണം അലച്ചു കറിക്ക് കുടിച്ചവരെ, നിങ്ങളെയാണോ ഞാൻ അനുസരിക്കേണ്ടത്, ദൈവത്തെയാണോ അനുസരിക്കേണ്ടത്? പത്രോസും യോഹന്നാനും ധൈര്യത്തോടു കൂടി പറയുക. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, വിദ്യാഹീനരായ ഇവർ, വിദ്യാഭ്യാസമില്ലാത്ത ഇവർ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുവെങ്കിലും ഇവർ അംഗീകരിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവിന്റെ വചനത്തിന് എതിരെ നിന്നത് അന്നത്തെ മഹാപുരോഹിത വർഗമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം ജനത്തിലേക്ക് വന്ന് കർത്താവ് മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും പത്രോസിനെയും കൂട്ടരെയും എഴുന്നേൽപ്പിച്ച് സുവിശേഷം പറഞ്ഞപ്പോഴും ഇവർ ഇതിനെ തിരസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോസ്തലർ പ്രവൃത്തി 4-ാം അധ്യായത്തിൽ കാണുന്നത്. ഒടുവിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ യഹൂദന്മാർ ഒന്നടങ്കം ഈ ദൈവരാജ്യ സുവിശേഷത്തിൽ വിശ്വസിക്കണമായിരുന്നു. പത്രോസ് ഇപ്പോൾ പറയുന്ന പ്രസംഗത്തിലൂടെ യഹൂദൻ ആദ്യം രക്ഷിക്കപ്പെടണം, അതിനുശേഷം ഈ രക്ഷ ലോകത്തിന്റെ അറുതികൾ വരെയും എത്തണം. അതിന്റെ രക്ഷാമാർഗം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ മാനസാന്തരത്തോടു കൂടെ വിശ്വസിക്കുകയും ജലസ്നാനമേൽക്കുകയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുകയും അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ ആചരിക്കുകയും ചെയ്ത് കർത്താവിന്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. ഈ പ്രത്യാശയാണ് ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നത്. ഈ പ്രത്യാശ പ്രവാചകന്മാർ മുൻകാലങ്ങളിൽ അറിയിച്ചതിന് പ്രകാരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഇതെല്ലാം മുൻകൂട്ടി പറയുകയും അത് നിവർത്തിച്ചപ്പോൾ ആ ഒരു പ്രത്യേക തലമുറയോട് പത്രോസും കൂട്ടരും പ്രസംഗിക്കുകയാണ്. അവിടെയാണ് കുറച്ച് പേർ മാത്രം വിശ്വാസത്തിലേക്ക് വരികയും കൂടുതൽ പേർ അവരുടെ പ്രമാണികളടക്കം ഈ സത്യത്തെ തിരസ്കരിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ യഹൂദന്മാർ അനുദിനം അപ്പോസ്തലന്മാരെ കൊന്നുകളയുന്നു, യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുന്നു, പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിടുന്നു, തുടർന്ന് ദൈവത്തിന്റെ ആത്മാ പ്രേരണയാൽ പ്രസംഗിച്ചവരൊക്കെയും നാടുകടത്തുന്നു, കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്തെഫാനോസിന്റെ ചരിത്രം അറിയാം. അങ്ങ് അബ്രാഹം മുതൽ യേശു ക്രിസ്തു വരെയുള്ള ചരിത്രം ഓർപ്പിച്ച ഒരൊറ്റ പ്രസംഗം ഈ സ്തെഫാനോസും പ്രസംഗിക്കുക. അത് ആരോടാ പ്രസംഗിക്കുന്നത്? ഇതേപോലെ തന്നെയുള്ള ശ്രേഷ്ഠന്മാരോടും മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരോടും പ്രസംഗിക്കുക. എന്നിട്ട് പോലും അവർ ചെവി പൊത്തി ഞങ്ങൾക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെടുത്ത് ആക്രോശിച്ചുകൊണ്ട് ഈ സ്തെഫാനോസിനെയും കല്ലെറിഞ്ഞു കൊല്ലുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, ഈ സാഹചര്യത്തിലാണ് പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം ഈ 12 ശിഷ്യന്മാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരിൽ ഏതാനും പേർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പൗലോസ് എന്ന് പറയുന്ന ഈ മാർഗത്തിനെതിരെ നിന്നിരുന്ന പൗലോസിനെ ദൈവം വിളിച്ചു വേർതിരിക്കുകയാണ്. അവിടെ മുതൽ കാര്യങ്ങൾക്ക് ഒരു തിരിവ് വരികയാണ്. രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. എന്താ കാരണം? പൗലോസ് പറയുന്നുണ്ട്, യഹൂദന്റെ തിരസ്കരണം ജാതികൾക്ക് രക്ഷയായി. കാര്യം മനസ്സിലായോ? യഹൂദന്മാർ ഈ രക്ഷ തിരസ്കരിക്കുകയാണ്, അപ്പോസ്തലന്മാരെ കൊന്നുകളയുകയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവരാജ്യം ഇതാ വരുന്നു എന്ന് പറഞ്ഞ ഈ പദ്ധതിയെ ദൈവം എന്ത് ചെയ്തു? ആ പേപ്പർ എടുത്ത് മടക്കി ദൈവത്തിന്റെ ടേബിളിൽ നിന്നും മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതി, ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതിയിട്ട് പൗലോസ് എന്ന അപ്പോസ്തലന് കൊടുത്തു. ഞാൻ ഈ പറയുമ്പോൾ കർത്താവ് പേനയും പേപ്പറും എടുത്ത് എഴുതിയെന്നൊന്നും ആരും ചിന്തിക്കരുത്. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഒഫീഷ്യൽ ഭാഷയിൽ പറയുന്നതാണ്. മനസ്സിലായോ? ഒരു പ്രൊജക്ട്, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പ്രൊജക്ട് വെളിപ്പെടുത്തി തന്നപ്പോൾ അതിന് മനുഷ്യർക്ക് താല്പര്യമില്ല ആ പദ്ധതിയിലേക്ക് കടന്നു വരുവാൻ. നൽകപ്പെട്ടവർ അയോഗ്യരായി തീരുന്ന കാഴ്ചയാണ് ദൈവം കാണുന്നത്. അപ്പോഴാണ് ദൈവമില്ലാതിരുന്ന, ദൈവത്തെക്കുറിച്ച് അറിയാതിരുന്ന, വഴിപോക്കരായിരുന്ന, ദൈവമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന, ഒരു കാലത്ത് അഗ്രചർമ്മികൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജാതികൾ എന്ന് പറഞ്ഞ് അകറ്റി മാറ്റി നിർത്തിയിരുന്ന, യഹൂദന്റെ മുൻപിൽ യഹൂദൻ മാറ്റി നിർത്തിയിരുന്ന ഈ ജാതികളിലേക്ക് എന്ന് പറഞ്ഞാൽ തന്റെ യഹൂദന്മാർക്ക് ദൈവം കൊടുക്കുന്നതിലും ഉപരിയായിട്ടുള്ള ഒരു തേജസ്സേറിയ സുവിശേഷം സകല മാനവകുലത്തിനും ദൈവം
പൗലോസ് എന്ന മനുഷ്യനിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ട് ആ സുവിശേഷം നമ്മളെ അറിയിക്കുക. അതിനെയാണ് പറയുന്നത് മഹത്വമേറിയ സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷത്തെ കുറിച്ച് പൗലോസ് പറയുകയാണ്, ഈ സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ഈ സുവിശേഷം, ഇന്ന് നിലവിൽ മറ്റു സുവിശേഷങ്ങളില്ല, മറ്റൊരു സുവിശേഷം ഇല്ല. ഞങ്ങൾ നിങ്ങളെ അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ എന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇപ്പോൾ ഈ പത്രോസ് പ്രസംഗിച്ച സുവിശേഷമുണ്ടല്ലോ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ പറയുന്ന ആ സുവിശേഷമുണ്ടല്ലോ, ആ സുവിശേഷം പോലും ഇന്ന് പ്രസംഗിച്ചാൽ, കടത്തിപ്പറയുന്നുണ്ട്, ആരും തെറ്റിദ്ധരിക്കരുത്, ശപിക്കപ്പെട്ടവനെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ നൽകിയിരിക്കുന്ന മോശയുടെ നിയമപ്രകാരമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ശബത്തനുസരിച്ചാൽ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇന്ന് പരിച്ഛേദനം കഴിച്ചാൽ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും പ്രവർത്തിച്ചാലേ ഇന്ന് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇന്ന് ജലസ്നാനപ്പെട്ടാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ കൂട്ടരൊക്കെയും ശപിക്കപ്പെട്ടവരുടെ ഗുണത്തിൽ ആയിത്തീരും എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവർ മറന്നു പോകരുത്. കാരണം എന്താ? ഇത് പുതിയൊരു സുവിശേഷമാണ്. 2025 ഈ മാസം ഇറങ്ങിയ സുവിശേഷമല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് യഹൂദൻ ദൈവം കൊടുത്ത ദൈവരാജ്യ സുവിശേഷം തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ അതിനു പോലും വിരോധമായി നിന്നിരുന്ന പാപികളിൽ ഒന്നാമനായ മനുഷ്യനെ പിടിച്ചുകൊണ്ട് അവനെ പോലും രക്ഷിക്കുന്ന ഒരു സുവിശേഷം, കൃപയുടെ സുവിശേഷം ദൈവം കൊടുക്കുക. അവിടെ മാനസാന്തരവും ജലസ്നാനവും കാത്തിരിപ്പുമൊന്നുമല്ല വിഷയം. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിനെ സീലടിച്ച് പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിച്ച്, ഇവിടുത്തെ സ്നാനം ഏതാണ്? പരിശുദ്ധാത്മ സ്നാനം. സ്നാനമുണ്ട്, സ്നാനം വ്യത്യസ്ത നിലകളിലുള്ള പല സ്നാനങ്ങളുമുണ്ട്. ജലസ്നാനമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സ്നാനമുണ്ട്, കർത്താവിന്റെ ക്രൂശുമരണം തന്നെ ഒരു സ്നാനമായിരുന്നു, കഷ്ടത എന്ന സ്നാനമുണ്ട്, അല്ലെങ്കിൽ ഇനി അഗ്നിയാലുള്ള സ്നാനമുണ്ട്. ഈ 5 കൂട്ടം സ്നാനം എപ്പോഴും ഉണ്ടതേ. സ്നാനം എന്ന് കേട്ടാൽ വെള്ളത്തിൽ മുങ്ങുക എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ. പ്രിയമുള്ളവരെ, തിരുവചനം എല്ലാം കൂടി ഇന്ന് പറയാൻ സമയമില്ലല്ലോ, ചുരുക്കത്തിൽ പറഞ്ഞു പോവുകയാ. നേരത്തെ പറഞ്ഞല്ലോ, ദൈവരാജ്യ സംബന്ധമായ പത്രോസും കൂട്ടരും പ്രസംഗിച്ച സുവിശേഷത്തെ ഈ യഹൂദൻ തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ യഹൂദന്മാരുടെ അപ്പോസ്തലനായിട്ടല്ല, ജാതികളുടെ അപ്പോസ്തലനായിട്ട് പൗലോസിനെ ദൈവം തിരഞ്ഞെടുക്കുക. എന്തിനാ ഈ ജാതികൾക്ക് വേണ്ടി ഒരു അപ്പോസ്തലൻ? 12 പേരവിടെ, എന്തിനും പോകുന്ന 12 പേരവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഈ മാർഗത്തെ മുടിച്ചുകൊണ്ടിരുന്ന പൗലോസ് എന്ന് പറയുന്ന മനുഷ്യരെ 12 പേരോടൊന്നും അനുവാദം ചോദിക്കാതെ, 12 പേരോടൊന്നും അറിയിക്കാതെ പുതിയതായി ദൈവ സ്വർഗത്തിൽ നിന്നും ഒരു അപ്പോസ്തലനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുക, പിതാവായ ദൈവത്താലും കർത്താവായ യേശു ക്രിസ്തുവിനാലും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതുന്നത് 11-ാം വാക്യത്തിൽ പറയുക, ഇത് ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷം മാനുഷികമല്ല, മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സംഗതിയല്ല, ദൈവം വെളിപ്പാടിനാൽ എനിക്ക് നൽകിയ ഒരു സുവിശേഷമാണ്. അത് യഹൂദൻ തിരസ്കരിച്ചത് കൊണ്ടാണ് ജാതികൾക്ക് വേണ്ടി അനാദികാലം മുതലേ മറഞ്ഞു കിടന്നിരുന്ന, എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും വെളിവായി അറിയാം. യഹൂദനത് തിരസ്കരിക്കുമെന്നും തിരസ്കരിക്കുമ്പോൾ തന്റെ ഹൃദയത്തിലുള്ള ആ പദ്ധതി ദൈവം ഇറക്കി വെക്കണമെന്നും ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് അനാദികാലം മുതലേ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചത്. അല്ലാതെ ഈ പദ്ധതി പാളിപ്പോയപ്പോൾ അയ്യോ പാളിപ്പോയല്ലോ എന്നാ പുതിയൊരു പദ്ധതി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ദൈവത്തിന് കൈവതം പറ്റിയൊരു പദ്ധതിയല്ല കൃപയുടെ സുവിശേഷം. ദൈവത്തിന് ഇതെല്ലാം വ്യക്തമായി അറിയാം. അതുകൊണ്ട് ആ പൗലോസ് പറയുന്നത്, അനാദികാലം മുതലേ മറഞ്ഞു കിടന്നതും മുൻതലമുറകൾക്കും പ്രവാചകന്മാർക്കും അറിവില്ലാതിരുന്നതുമായ മാർമിക സത്യ സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ഈ സുവിശേഷം കൃപയാലുള്ള രക്ഷയാണ്, 100% പ്രവൃത്തി കൂടാതെ കൃപയാലുള്ള രക്ഷ. ആ സുവിശേഷം വിശ്വസിക്കുന്നവർക്കാണ് റാപ്ചർ ഉള്ളത്. പല വിശദീകരണങ്ങളോട് കൂടെ നമ്മൾ യൂട്യൂബിൽ പല ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. 12 അപ്പോസ്തലന്മാർ റാപ്ചറിൽ എടുക്കപ്പെടുമോ എന്നുള്ളൊരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 12 അപ്പോസ്തലന്മാർ റാപ്ചറിൽ എടുക്കപ്പെടുകയില്ല. അവരുടെ പദ്ധതി ഇന്നുവരെയും നിവർത്തിക്കപ്പെട്ടിട്ടില്ല. അവരുടെ പദ്ധതി നിവർത്തീകരിച്ചിട്ട് വേണം കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് അവരടക്കം, അവരിൽ വിശ്വസിച്ചവരടക്കം ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ടിലേക്ക് അവർ കടക്കുന്നത്. അതിനു മുൻപ് ദൈവം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതിക്ക് ഒരു പൂർണ്ണത വരണം. ആ പൂർണ്ണതയുടെ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അതിന് വെറും ദിവസങ്ങളുള്ളപ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ മാത്രമുള്ളപ്പോഴാണ്
നമ്മൾ ഇവിടെ നിന്ന് ഈ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഈ സുവിശേഷത്തെ കുറിച്ച് പൗലോസ് പറയുകയാണ്, ആർക്കെങ്കിലും ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ. തന്നെയുമല്ല, സാത്താൻ, ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുകയാ. പല വിധത്തിലുള്ള ഉപദേശങ്ങളാൽ, പല വിധത്തിലുള്ള നേതാക്കന്മാരാൽ, പല വിധത്തിലുള്ള സാഹചര്യങ്ങളാൽ, പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളാൽ. സാത്താനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഈ ലോകത്തിൽ ഈ സുവിശേഷം ശോഭിക്കാതിരിക്കുവാൻ അവൻ മറ്റുള്ള രീതിയിലൊക്കെയും ഈ സത്യത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ മനുഷ്യനെ തളച്ചിട്ടിരിക്കുക. അവിടെ പൗലോസ് പറയുകയാണ്, ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ അവർ നാശത്തിലേക്ക് പോകുന്നവർക്കാണ് അത് മനസ്സിലാക്കാതെ പോകുന്നത്. തന്നെയുമല്ല, ഈ ലോകത്തിന്റെ അധിപൻ സാത്താൻ സർവ്വലോകവും ദുഷ്ടന്റെ അധീനയിൽ കിടക്കുന്നു. സാത്താനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കളെന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ തന്നെ 1 യോഹന്നാൻ 5:19 പറയുകയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുകയാ. 1 യോഹന്നാൻ 3:8 പറയുകയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ ഇവന് അങ്ങ് ഉൽപ്പത്തിയിൽ ഏദൻ തോട്ടം മുതൽ കുറെ പണികൾ ഉണ്ടായിരുന്നു. അനേകം മനുഷ്യർക്ക് നിത്യത നഷ്ടപ്പെടുത്തി അവരെയെല്ലാം തെറ്റിച്ച് കളയുവാൻ ഈ സാത്താൻ ഉദ്യമിച്ചു. ഇവിടെയും ഇതാ, ഏദൻ തോട്ടത്തിൽ ആദത്തെയും അവയും തെറ്റിച്ചതുപോലെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന ഈ കൃപയുടെ സുവിശേഷത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുവാൻ സർപ്പം നുഴഞ്ഞു കയറുവാൻ വന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഈ ഏകാഗ്ര സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഇനി ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പോലും വന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോകരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു തന്നൊരു സുവിശേഷത്തെ കുറിച്ച് അവിടെ പറയുന്നത്. ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവർ നശിച്ചു പോകുന്നവർക്ക് ആണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ആരും നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷം മനസ്സിലാക്കി ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, അല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കാതെ പോകുന്നത് സാത്താന്റെ ചില കെണികൾ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവൻ നേതാക്കന്മാരിലൂടെ പോലും പ്രവർത്തിക്കുന്ന ചരിത്രം ബൈബിളിലുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം കൊടുത്ത പത്രോസിന്റെ ഉപദേശത്തെ അവിടുത്തെ മഹാപുരോഹിതന്മാരടക്കം തള്ളിക്കളയുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും പറയുക, വാക്യം എടുക്കാതെ പറയുക. വാക്യം ഞാനൊന്ന് പറഞ്ഞു പോകാം, താല്പര്യമുള്ളവർക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവിടെ ആ ജനത്തോട് പറയുക, തന്റെ ജനത്തെ നയിക്കുന്ന ശ്രേഷ്ഠന്മാരോട് പറയുക, നരകത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി ഞാൻ അസാധുവാക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരെങ്കിലും മനഃപൂർവ്വം കുറെ ആൾക്കാരെ നരകത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്തിട്ടുണ്ടോ എന്നല്ല അതിനർത്ഥം. ഞാൻ പറഞ്ഞിട്ട് സാറ് മനസ്സിലായോ? ദൈവം നേതാക്കന്മാരെ നോക്കി പറയുക, ഇവരെന്തോ നരകത്തിലേക്ക് കുറെ ആൾക്കാരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് കോൺട്രാക്ട് എടുത്ത് പ്രവർത്തിക്കുന്നത് പോലെ ഇവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയാ, നിങ്ങളുടെ ആ ഉടമ്പടി ഞാൻ നശിപ്പിച്ചു കളയും. എന്നിട്ട് എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് കുറെ എണ്ണത്തിനെ കൊണ്ടുപോകാനുള്ളൊരു പദ്ധതി ഞാൻ ഉടമ്പടിയിൽ ഒപ്പുവെക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നേതാക്കന്മാര് പോലും അറിഞ്ഞോ അറിയാതെയോ ജനത്തെ നടത്തി നരകത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ആ കോൺട്രാക്ട് ഞാൻ നശിപ്പിക്കും. എന്നിട്ട് ഞാൻ ചിലരെ എഴുന്നേൽപ്പിച്ച് ചില പുതിയൊരു കോൺട്രാക്ട് കൊടുക്കും. കുറെ എണ്ണത്തിനെ നിത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന കോൺട്രാക്ട്. ആ കോൺട്രാക്ട് ആണ് ഇപ്പോൾ പൗലോസിനെ കൂട്ടരെ ഏൽപ്പിച്ചിട്ട് നമ്മളെ ഏൽപ്പിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വാക്യം സമയത്തിന്റെ പരിധി കൊണ്ട് എടുത്തു വായിക്കാത്തത്. ഞാൻ ഈ പറഞ്ഞ സാരമാണ് ആ വാക്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത്. പ്രിയമുള്ളവരെ, അവരെ നയിക്കുന്ന നേതാക്കന്മാരെ നോക്കിയാ ദൈവം അത് പറയുന്നത്. ഇന്ന് ആത്മീക നേതാക്കന്മാർ എന്ന് പറയുന്നവർ, ജനത്തെ നടത്തുന്നവർ, അവരുടെ ലക്ഷ്യം അവരോട് ചോദിക്കുക, നിങ്ങളുടെ പ്രത്യാശ എന്താണ്? അവർ പറയും, എൻ്റെ മോളെ കെട്ടിച്ചു വിടണം, എൻ്റെ മുട്ടുവേദന മാറണം, എൻ്റെ പല്ലുവേദന മാറണം, എൻ്റെ മക്കൾക്ക് UK പോകണം, ലണ്ടനിലേക്ക് പോകണം, അവിടെ സുഖമായിട്ടിരിക്കണം. ഇതൊക്കെയാണ് അവരുടെ പ്രത്യാശ. പക്ഷേ ഈ സുവിശേഷം തരുന്ന പ്രത്യാശ മറ്റൊന്നാണ്. അതുകൊണ്ട് ദൈവത്താൽ നടത്തപ്പെടുന്ന ജനത്തോട് ചോദിക്കുക, നിങ്ങളുടെ പ്രത്യാശ എന്താണ്? ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ടല്ലോ, കർത്താവ് ഉടനെ വന്നാൽ മതി എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ. എന്നാൽ പുറത്തുള്ളവർ, വലിയ നേതാക്കന്മാർ എന്ന് പറയുന്ന നടത്തുന്നവരുടെ അടുക്കൽ പോയി ചോദിക്കുക, നിങ്ങളുടെ പ്രത്യാശ എന്താണ്? പ്രത്യേകിച്ച് പ്രത്യാശ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒന്നും പറയില്ല. 24 പല്ലും കാണിച്ചൊരു ചിരി ചിരിക്കും. 32 കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് 24 എന്ന് പറഞ്ഞത്. പതിവിൽ ഉപരിയായിട്ടൊരു ചിരി ചിരിക്കും. കാരണം അവർക്ക് പ്രത്യാശയെക്കുറിച്ച് അവർക്ക് അറിവില്ല. ഏതുതരം പ്രത്യാശയിലേക്കാണ് അവർ വിളിച്ചിരിക്കുന്നത് അവർക്കറിയില്ല. പിന്നെ എന്ത് പ്രത്യാശ പങ്കുവയ്ക്കാനാണ്? അപ്പോൾ ഇവരെല്ലാവരും എന്താണ്ട് നരകത്തിൽ പോകാൻ കുറെ ആൾക്കാർ ഞങ്ങൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കോൺട്രാക്ട് എടുത്ത് ജോലി ചെയ്യുന്നവരായിട്ടാണ് ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ കോൺട്രാക്ട് ഞാൻ അവസാനിപ്പിച്ചിട്ട് പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ച് ഞാൻ ചെയ്യും. കാരണം
ലോകത്തെ നടത്തുന്ന നേതാക്കന്മാരൊക്കെയും അവരും അല്ലെ, കുരുടനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്ന് പറയുന്നത് പോലെ അവരോ കുഴിയിൽ വീഴാൻ പോവുക. കുറെ എണ്ണത്തിനെ കൂടി കുഴി ചാടിക്കാൻ അറിഞ്ഞോ അറിയാതെ അവർ പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പൗലോസ് വീണ്ടും പറയുകയാണ്, ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സുവിശേഷം എന്താണ് പ്രിയമുള്ളവരെ? രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ കൃപയുടെ സുവിശേഷം, ദൈവം സ്വർഗത്തിൽ നിന്നും നേരെ കൊടുത്ത സുവിശേഷം. പത്രോസും കൂട്ടരും പ്രസംഗിച്ച് നടന്ന സുവിശേഷം ഏതാ? പ്രവാചകന്മാർ മുഖാന്തരം അങ്ങ് അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദത്ത പദ്ധതി ഈ തലമുറയിൽ നിവർത്തിച്ചിരിക്കുന്നു, ഇത് ദൈവം മുൻകൂട്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ് അവരോട് പറയുന്നത്. അതവർ സ്വീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആരോടും പറയാതെ രഹസ്യമായി ഹൃദയത്തിൽ വെച്ചിരുന്ന ഒരു സുവിശേഷം, അത് പാപികളിൽ ഒന്നാമനായ പൗലോസിനെ പ്രഥമ വ്യക്തിയായി ദൈവം പിടിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു കൊടും പാപിക്കും സൗജന്യമായി രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ളൊരു രക്ഷ. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത്, ഞാൻ പാപികളിൽ ഒന്നാമനാ എന്ന് പറഞ്ഞാൽ കർത്താവിനെതിരെയും കർത്താവിന്റെ സഭയ്ക്കെതിരെയും നിന്ന് അനേകരെ കൊന്നുമടിച്ച മനുഷ്യനാ. ഈ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പാപികളിൽ ഒന്നാമനായ ഒരു മനുഷ്യന് പോലും രക്ഷയിലേക്ക് കടന്നു വരാവുന്ന സ്വർഗീയ ഒരു പദ്ധതിയാണ് ദൈവം ഇറക്കി കൊടുത്തത്. അതിൽ അവൻ ഒന്നാമനായി കയറുവാനിടയായിത്തീർന്നു പൗലോസിന്. അതുകൊണ്ടാ പൗലോസ് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ പണ്ടൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്, ഒരു കള്ളൻ കയറി പോകുന്നത് കണ്ട ഒരു പട്ടി കുരയ്ക്കുവാനിടയായിത്തീർന്നു. പട്ടി ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുക. ചുറ്റും ഉറങ്ങിക്കിടന്നിരുന്ന പട്ടികളും എഴുന്നേറ്റു. ഈ പട്ടി കുരയ്ക്കുന്നത് കേട്ട് അവരും കിടന്ന് കുരച്ചുകൊണ്ടിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും കുര നിൽക്കുന്നില്ല. അവസാനം കേട്ട് കുരച്ച പട്ടികളൊക്കെ രണ്ടാമത് 2 കുര കുരച്ചിട്ട് കിടന്നുറങ്ങി. എന്നാൽ കള്ളനെ കണ്ട പട്ടി എന്ത് ചെയ്തു? അവനറിയാം കള്ളൻ കയറിയിട്ടുണ്ട്, തന്റെ യജമാനൻ അതിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള ഉറപ്പോടുകൂടെ കണ്ട പട്ടി കുരച്ചുകൊണ്ടേയിരുന്നു. 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ട പൗലോസ് സ്വർഗീയ സത്യങ്ങളെ കണ്ടപ്പോൾ താൻ ഇവിടെ വന്നിട്ട് പറയുക, ഞാൻ മാംസരക്തങ്ങളോട് അനുവാദം ചോദിച്ചില്ല, തന്നെക്കാൾ മുൻ അപ്പോസ്തലന്മാരായ പത്രോസിനോടും കൂട്ടരോടും ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്നൊന്നും ചോദിച്ചില്ല. കാരണം എന്താ? സ്വർഗത്തിൽ നിന്നും ദൈവം നേരിട്ട് ഒരു മനുഷ്യനെ വിളിച്ചു വേർതിരിക്കുക. ജാതികളുടെ അടുക്കിലേക്ക്, ഭൂമിയുടെ കീഴിലുള്ള സകല മനുഷ്യരോടും സകല സൃഷ്ടികളോടും ഞാൻ സുവിശേഷം അറിയിച്ചിട്ടുണ്ട് എന്ന് പൗലോസ് പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാം. ലോകത്തിൽ മുഴുവനും ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും ഈ സുവിശേഷം പൗലോസ് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്കും ഒരർത്ഥത്തിൽ പറയാമല്ലേ, ഈ യൂട്യൂബും സാഹചര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ലോകത്തിലുള്ള സകല സൃഷ്ടികളോടും ഈ സുവിശേഷം മലയാളത്തിലെങ്കിൽ പോലും അത് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ ജോസങ്ങളും പ്രിയോമന സിസ്റ്ററും അത് ഇംഗ്ലീഷിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും ഇതേ സുവിശേഷം മറ്റൊരു പ്ലാറ്റ്ഫോമുകൾ നമുക്കില്ലാതിരിക്കുമ്പോൾ യൂട്യൂബിലൂടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവം വളരെ പ്ലാനോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവനാ. കാരണം 1-ാം നൂറ്റാണ്ടിൽ ഈ സുവിശേഷം ലോകത്തിലെത്തുവാൻ വേണ്ടി ദൈവം എന്താ മുൻകൂട്ടി ചെയ്തതെന്നറിയാമോ? റോമാക്കാരെ കൊണ്ട് ലോകത്ത് സകല വഴികളും വെട്ടിച്ചു, ഭാഷകൾ റെഡിയാക്കി കൊടുത്തു. എന്ന് പറഞ്ഞാൽ സുവിശേഷം കയ്യിൽ കിട്ടിയാൽ അതും കൊണ്ട് പോകുവാൻ വഴിയും അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ഭാഷയും ദൈവം റോമാക്കാരെ കൊണ്ട് ദൈവം ഒരുക്കിയിട്ടു. 800 കോടി ജനമുള്ള ഈ ഭൂമിയിൽ അതിവേഗത്തിൽ ഇവിടെ പറയുന്ന സുവിശേഷം അപ്പോൾ തന്നെ ലോകത്തിൽ എവിടേക്ക് മനുഷ്യരുണ്ടോ അവിടേക്ക് എത്തുവാൻ തക്കവണ്ണം ഒരു ഇന്റർനെറ്റ് ശൃംഖലയും ബുദ്ധിമാന്മാരെ കൊണ്ട് ദൈവം ചെയ്തിട്ടു. അതിന്റെ നന്മയാ ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നത് അല്ലേ. ഞാനൊക്കെ ഇരുന്നിങ്ങനെ ഒറ്റക്കാലിൽ തപസ് ചെയ്താൽ ഒരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാനോ ഈ നെറ്റിന്റെ സംവിധാനം ഉണ്ടാക്കുവാനോ നമുക്കറിയാമോ? സൈക്കിൾ ചവിട്ടാനും 2 വീലർ ഓടിക്കാനും കാർ ഓടിക്കാനും മാത്രം ഒരു പക്ഷേ നമുക്കറിയാമായിരിക്കും. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ടെക്നോളജി ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ബുദ്ധിമാന്മാരെ കൊണ്ട് ദൈവം അതൊക്കെ റെഡിയാക്കിയിട്ടിട്ട് ബുദ്ധിയില്ലാത്തവരെ വിളിച്ച് ഈ സുവിശേഷം തന്നു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ തന്നെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ബുദ്ധിയില്ലാത്തവരെ തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി വെറും മണ്ടനായ എന്നെ ദൈവം തിരഞ്ഞെടുത്തു.
അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു അഹങ്കാരം ഉണ്ടാകാമല്ലേ? ഞാൻ ഇതൊക്കെ പറയുകയല്ലേ, ദൈവം എനിക്ക് ഇതൊക്കെ തന്നല്ലോ, വെളിപ്പെടുത്തിയല്ലോ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ അടുത്തത് അങ്ങനെ അഹങ്കാരം വന്നവരോട് പറയുകയാണ്, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനെ. ആരും പോയിട്ട് ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം പഴുതടച്ച് ഇങ്ങനെയുള്ള ചില പ്രവർത്തികളെ ദൈവം ചെയ്തു വെച്ചിരിക്കുക. അപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ലഭിച്ചത് പരമപ്രധാനമായി നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു തരിക. ദൈവം തനിക്ക് ഏൽപ്പിച്ചത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. എന്തെങ്കിലും സെക്കൻഡ് ഓപ്ഷൻ അല്ല ദൈവം തന്നത്, പരമപ്രധാനമായ കാര്യം തന്നെയുമല്ല. ദൈവത്തിന്റെ കൃപ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഞങ്ങൾക്കുണ്ടാകയാൽ ഇത് സ്വർഗീയ മാർമിക ഈ ഘനമേറിയ ഈ സുവിശേഷമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായിട്ടൊരു കാര്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ ചങ്ങലയൊഴികെ എല്ലാവരും എന്നെ പോലെ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പൗലോസ് പറയുന്നത്. പൗലോസ് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട്, അല്ലെ? നേരത്തെ കള്ളനെ കണ്ട പട്ടിയെ പോലെ തന്റെ ജീവിതകാലം മുഴുവനും കർത്താവിന് വേണ്ടി ഈ വചനം പ്രസംഗിച്ച് കിടക്കുകയായിരുന്നു. കാരണം എന്താ? നല്ല ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾ ആരിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പൗലോസിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. അതേ ആത്മാവ് തന്നെ ഈ സത്യം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ പൗലോസിന്റെ അതേ സ്വഭാവക്കാരായി നമ്മൾ മാറ്റപ്പെടുകയാ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പ്രത്യാശയിൽ നിന്നുകൊണ്ട് ലോകം മുഴുവനും എതിരായാലും ദൈവം ജ്ഞാനിയായതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു യൂട്യൂബ് ശൃംഖല ദൈവം ഒരുക്കി തന്നു. ഞാനൊരു മണ്ടനായതുകൊണ്ട് ദൈവം ആ ശുശ്രൂഷ എനിക്ക് ഏൽപ്പിച്ചു തന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ശുശ്രൂഷ സ്മൂത്തായി മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കി തീർക്കുക. അങ്ങ് നിത്യതയിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ, അവിടെ ദൈവം മുന്നോട്ട് വിളിക്കും. സുവിശേഷം പറഞ്ഞവരെയും അവരുടെ സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് കടന്നു വന്നവരെയും വിളിച്ച് മാനിക്കുന്ന തേജസ്സിന്റെ കിരീടവും അല്ലെങ്കിൽ വാടാത്ത കിരീടവും അല്ലെങ്കിൽ പ്രശംസാ കിരീടവും ഒക്കെ തലയിൽ വെച്ച് തരുന്ന ഒരു സുദിനം നമുക്കുണ്ട്. അന്നറിയാം യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ ആരായിരുന്നുവെന്ന്, അല്ലെ? ദൈവത്തെ തേടുന്നവരാണ് ബുദ്ധിമാന്മാർ. ആ കൂട്ടത്തിൽ നമ്മൾ ബുദ്ധിമാന്മാരാ. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ജ്ഞാനമില്ലാത്തവരാ, ബുദ്ധിഹീനരാ, മണ്ടന്മാരാ, ഭ്രാന്തന്മാരാ, അല്ലേ? അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ലോകം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഭ്രാന്തന്മാരാണ്, ഇവർക്ക് ഭ്രാന്തുണ്ട്, ഇവൻ പറയുന്നത് എന്തിനു കേൾക്കണം, ഇവന് പിശാചുണ്ട്. കർത്താവിനും അപ്പോസ്തലന്മാർക്കും ഇത് കേൾക്കേണ്ടി വന്നുവെങ്കിൽ, അതേ പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിട്ട് ലോകം എന്ന് നമ്മെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഇവിടെ എല്ലാവരുടെയും മുന്നിൽ നമ്മളെ സ്വർഗത്തിൽ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അനേകം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാലും വാക്കുകളാലും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സുവിശേഷം ആർക്കും മറഞ്ഞിരിക്കാതിരിക്കട്ടെ. ഈ സ്വർഗീയ സത്യം അറിഞ്ഞവർ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ കണ്ണുകളെയും പ്രകാശിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.